പത്തനംതിട്ട നാരങ്ങാനത്ത് പശു പുഴുവരിച്ച നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 8 ദിവസം. 5 മാസം ഗർഭിണിയായ പശുവാണ് പുഴുവരിച്ച നിലയിൽ കിടക്കുന്നത്. മതിയായ ചികിത്സ ഉറപ്പിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടേഴ്സ് കഴിഞ്ഞില്ല എന്ന് ഉടമ പറയുകയാണ്. 24 എക്സ്ക്ലൂസീവ്. ശ്രീകുമാരൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, ഇത് ഡോക്ടർമാരെ വിളിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത്? കഷ്ടമാണല്ലോ ഈ കിടപ്പ്. തീർച്ചയായും ഹാഷ്മി, കഷ്ടമാണ് കിടപ്പ്. ഈ ഒരു പശു ഇങ്ങനെ 8 ദിവസമായി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു 14 ദിവസം മുൻപാണ് വീണത്, പിന്നീട് നടന്നിരുന്നു. ഈ ഉടമ മന്മഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമാണ് ഈ പശു. ഏതാണ്ട് 10 ദിവസം മുൻപ് വീഴുന്നു, 2-3 ദിവസം മുടന്തി നടക്കുന്നു. അതിനുശേഷം വന്ന് ഈ തൊഴുത്തിൽ കിടന്നതാണ്. പിന്നീട് അനങ്ങിയിട്ടില്ല. അപ്പോൾ തന്നെ ഈ വീണപ്പോൾ തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്ന് നോക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് അവർ എന്തോ മരുന്ന് കുത്തിവെച്ച് കൊടുത്ത് പോയതല്ലാതെ മറ്റു നടപടികളിലേക്കൊന്നും കടന്നില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും ഡോക്ടറെ വിളിച്ചു വരുത്തി. അവരും നോക്കി പോയി. ഇപ്പോൾ ആവശ്യം അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. അദ്ദേഹമാണ് ചേട്ടൻ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത്? ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ വീണിട്ട് 12 ദിവസമായി. പിന്നെ ഡോക്ടർമാരെ 2-3 പേരെ വിളിച്ച് കാണിച്ച് എല്ലാവരും വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പോയി. ഇന്നും ഒരു ഡോക്ടറെ വിളിച്ചു, അങ്ങേരും വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പോയി. പിന്നെ എൻ്റെ പൊക്കണമെന്നാണല്ലേ പറയുന്നത്? ഇത് പൊക്കണമെന്നാണ് പറയുന്നത്. ഇത് പൊക്കാനുള്ള നിവൃത്തി എനിക്കില്ല. എനിക്ക് സഹായിക്കാനൊന്നും ആൾക്കാരൊന്നുമില്ല. പിന്നെ തീർച്ചയായും നമുക്ക് ഇവിടുത്തെ ഒരു മൃഗസ്നേഹിയായ അജാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജാസ്, ഇതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെ മാറ്റാനുള്ള? ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഇത് 10-12 ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നിട്ട് ശരീരത്തിന് അത്യാവശ്യം പണിയുണ്ട്. പശു കിടന്ന 1-2 ദിവസം മുമ്പ് ഒക്കെ ആണെങ്കിൽ കൗ ലിഫ്റ്റർ വെച്ച് പൊക്കാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ ലിഫ്റ്റർ കൊണ്ടു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മൊത്തം പൊട്ടിയിട്ട് ഈ പുഴു ഉണ്ടായിരുന്നു. എന്താണ് പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്ന? ആരെങ്കിലും മൃഗസ്നേഹികൾ ഇടപെടാൻ പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇവിടുന്ന് മാറ്റി ഏതെങ്കിലും ഗോശാലകൾ ഒത്തിരി ഉള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ. എവിടെയെങ്കിലും സൗകര്യം ഉള്ളിടത്തോട്ട് മാറ്റുക എന്നുള്ളതാണ് ഏക വഴി. കാരണം നമ്മുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. നല്ല ചികിത്സ കൊടുത്ത് കൂടെ 2-3 മണിക്കൂറിൽ തിരിച്ചു വിട്ട് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ. ഇതിന് മുൻപ് ഇങ്ങനെ നോക്കിയിട്ടുള്ളതല്ലേ? അപ്പോൾ ഇതിനെ കാണുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ചെറുതായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, വയറ്റിൽ നിന്ന് പോകുന്നതും കറക്റ്റായിട്ടാണ്. കുഞ്ഞിനും മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. കാരണം ആനിമൽ ഭയങ്കര വീക്കാണ്. അകത്തേക്ക് കൈ ഇട്ടിട്ടാണ് ഡോക്ടർമാർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം, ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തോട്ട് റോഡ്. എടുത്തോണ്ടേ റോഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൊണ്ടുപോയിട്ട് വേണം. മാൻപവർ വേണം. അതുപോലെ തന്നെ നല്ല ചികിത്സാ സൗകര്യം വേണം. ഒരുമാതിരിപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാം യൂത്തനേഷ്യയാണ് പറഞ്ഞത്. ദയവാദം നമുക്കത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ പറയാം. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. ദയാവധം അടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഈ ഉടമയ്ക്കും അതുപോലെ തന്നെ ഈ മൃഗസ്നേഹികൾക്കും ഒന്നും അതിനെ ദയാവധത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ വാർത്ത കാണുന്ന മൃഗസ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അടിയന്തര ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാഷ്മി.